വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 43 അധ്യായം എസെക്കിയേൽ ദർശനങ്ങളിൽ ഏറ്റവും മഹിമയുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. എസെക്കിയേൽ 10 അധ്യായത്തിൽ ദൈവത്തിന്റെ മഹത്വം ക്ഷേത്രം വിട്ടുപോയിരുന്നതായി നാം വായിച്ചു. ഇവിടെ ദൈവത്തിന്റെ മഹത്വം മടങ്ങി വരുന്നതായി കാണാം. കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എസെക്കിയേൽ 43 അധ്യായം 4-5 തിരുവചനങ്ങൾ. എസെക്കിയേൽ 44 അധ്യായം പുതിയ ദേവാലയത്തിന്റെ പവിത്രതയുടെ മാനദണ്ഡം, ശുശ്രൂഷകർക്ക് നൽകിയ നിയമങ്ങൾ, ദൈവാരാധനയുടെ പവിത്രത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിചിതരായ അന്യരാരും എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. 44 അധ്യായം 9 തിരുവചനം. ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എന്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എന്റെ മുന്നിൽ നിൽക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എന്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം. 44 അധ്യായം 15 തിരുവചനം. എസെക്കിയേൽ 45 അധ്യായം ദേശത്തിന്റെ വിഭജനവും വിശുദ്ധമായ സ്ഥലങ്ങളുടെ ക്രമീകരണവും രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളും യഹോവയ്ക്കുള്ള വഴിപാടുകളും സംബന്ധിച്ചിരിക്കുന്നു. ഈ അധ്യായം ദൈവത്തിന്റെ വിശുദ്ധത, നീതി, ജനത്തിനുള്ള ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം 25,000 മുഴം നീളത്തിലും 20,000 മുഴം വീതിയിലും കർത്താവിന്റെ വിശുദ്ധ ഭാഗമായി നീക്കിവെക്കണം. ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും. 45 അധ്യായം 1 തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക, അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ, എന്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 45 അധ്യായം 9 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണം.